ഹലോ, അപ്പം ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അത്ര പണിയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ ഉള്ളിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് നോക്കുക. ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി തുറന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഞങ്ങൾ തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗരം മസാലയും പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ നെയ്ച്ചോറാണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.